കൊല്ലം ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയിൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള OMS പരീക്ഷണം ഒക്ടോബർ 25-ന് നടക്കും. നിലവിൽ 60 മുതൽ 70 വരെ കിലോമീറ്ററിലാണ് പാതയിലൂടെ തീവണ്ടികൾ ഓടുന്നത്. ഒക്ടോബർ 25-ന് ഓക്സിലേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഓടിച്ച് പരീക്ഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. 3 കോച്ചുകളുള്ള ട്രെയിനാണ് OMS. പരീക്ഷണ ഓട്ടം വഴി ട്രാക്കുകളുടെ നിലവിലെ സ്ഥിതി മനസ്സിലാക്കുകയും വേഗത വർദ്ധിപ്പിക്കാൻ അനുകൂലമായ ട്രാക്കുകളാണോ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ദക്ഷിണ റെയിൽവേക്ക് റിപ്പോർട്ട് നൽകും. തുടർന്നാകും അന്തിമ തീരുമാനമുണ്ടാകുക. OMS വഴി ചെങ്കോട്ട ഭഗവതിപുരം സെഷനിൽ 100 കിലോമീറ്ററിലും പുനലൂർ കൊല്ലം സെഷനിൽ 90 കിലോമീറ്ററിലുമാണ് പരീക്ഷണോട്ടം നടക്കുന്നത്. നിലവിൽ കൊല്ലം പുനലൂർ സെഷനിൽ 70 കിലോമീറ്ററും തെങ്കാശി ഭഗവതിപുരം സെഷനിൽ 60 കിലോമീറ്ററുമാണ് തീവണ്ടികളുടെ വേഗത. OMS പരീക്ഷണം വിജയകരമായാൽ ദീർഘദൂര സർവീസുകളടക്കം എല്ലാ ട്രെയിനുകളും കൂടുതൽ വേഗത കൈവരിക്കും. കഴിഞ്ഞ മാസം മുതൽ BCM മെഷീൻ ഉപയോഗിച്ച ട്രാക്കുകളുടെ അലൈൻമെൻറ്റും മെറ്റീരിയലുകളുടെ ക്രമീകരണവും പരീക്ഷിക്കുന്നുണ്ട്. പാതയിൽ വൈദ്യുത ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനെ തുടർന്നാണ് വേഗത വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചു തുടങ്ങിയത്. നിലവിൽ വൈദ്യുതീകരണ ജോലികൾ പുരോഗമിക്കുന്ന പുനലൂർ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കൂടി കമ്മീഷൻ ചെയ്യുന്നതോടെ കൂടുതൽ ദീർഘദൂര സർവീസുകൾ പാതയിലൂടെ ആരംഭിക്കുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.